നമസ്കാരം. വീണ വിജയന് CMRL നൽകിയ കോടികളുടെ വിവരങ്ങൾ പുറത്തെത്തിയത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും കുരുക്കാകും. CMRL ഉടമ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് ഇഡിയുടെ നീക്കം. നിലവിലെ UDF മന്ത്രിസഭയിലെ മന്ത്രിമാർ അടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും പാർട്ടികളുമെല്ലാം ഡയറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ വകുപ്പുകൾ പ്രകാരമാകും ഇവർക്കെതിരെ ഇഡി അന്വേഷണം നടത്തുക. 2019 CMRL റെയ്ഡിലാണ് ആദായ നികുതി വകുപ്പ് ഈ ഡയറി പിടിച്ചെടുത്തത്. വ്യവസായികളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തുറന്നു കാട്ടുന്നതാണ് കർത്തയുടെ ഈ ഡയറി. 700 പേജുകളുള്ള ഈ ഡയറി കേസിലെ പ്രധാന തെളിവുമാണ്. ഓരോ നേതാവിനും നൽകിയ തുകയുടെ കണക്കുകൾ ഈ ഡയറിയിലുണ്ട്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഉദ്യോഗസ്ഥരും ഈ ഡയറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കരിമണൽ ഖനനത്തിനു CMRLന് മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥ മേധാവികൾക്കും CMRLൽ നിന്നും പണം നൽകിയത്. പണം സ്വീകരിച്ചതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഡയറിയിൽ പേരുകൾ ഉള്ളവരോട് ഇഡി ആവശ്യപ്പെടും. എക്സാലോജിക് CMRL മാസപ്പടി കേസിലെ അന്വേഷണം തന്നെയാണ് ഇവർക്കെതിരെയും തിരിയുക. വീണയുടെ വീട്ടിൽ നടത്തിയ ഇഡി റെയ്ഡ് തന്നെ അന്വേഷണം UDF സർക്കാരിലേക്കും തിരിയുന്നതിന്റെ ഭാഗമാണെന്ന സൂചനകൾ വന്നിരുന്നു. CMRLൽ നിന്നും മാസപ്പടി വാങ്ങിയവർക്കെല്ലാം എതിരെ അന്വേഷണം വരുമെന്ന് ഇഡിയും വ്യക്തമാക്കിയിട്ടുണ്ട്. 2013-14 മുതൽ 2019-20 വരെയുള്ള കാലയളവിൽ CMRL 135 കോടിയുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് രേഖകളിലില്ല. ഇതിൽ 95 കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ. ഇതിലാണ് അന്വേഷണം ശക്തമാക്കാൻ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. 2024 ഏപ്രിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. SFIOയുടെയും ആദായ നികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെയും കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നടപടി. എന്താകും ഇഡിയുടെ അടുത്ത നീക്കം എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്.